ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഉറക്കം എണീറ്റ് വന്നിട്ട് ചായ ഇട്ടു. ഈ കിളികൾ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. ഒരു വീഡിയോസും മര്യാദയ്ക്ക് എടുക്കാൻ സമ്മതിക്കത്തില്ല. ഞാൻ ഇവിടെ നിന്ന് കേട്ടില്ലേ, ഞാനിനി സംസാരിച്ച് തുടങ്ങുമ്പോൾ ഒരു ബഹളം ഉണ്ടാക്കേ. അപ്പോൾ വീണ്ടും നമുക്ക് തുടങ്ങാം. അപ്പോൾ എന്താ ഓണപ്പരിപാടി അല്ല, വീട്ടിലെ കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെയാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഓണമാകുമ്പോൾ നമുക്ക് ഒരുപാട് ജോലികളാണല്ലേ. അപ്പോൾ ഇതിപ്പോൾ പാട്ടാണ് ഞാൻ ഈ വീഡിയോസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. കാരണം ഒരു ദിവസം കൊണ്ട് നമുക്ക് ഈ വീഡിയോ ഫുള്ള് എടുത്ത് തീർക്കാൻ പറ്റത്തില്ല. അപ്പോൾ കുറേ ജോലികളുണ്ട്. ഇതിപ്പോൾ ഞങ്ങളുടെ കുഞ്ഞടുക്കള കേട്ടോ, വലിയ സൗകര്യങ്ങളൊന്നുമില്ല, ഷീറ്റാണ് മുകളിൽ. അപ്പോൾ ഷീറ്റ് ആകുമ്പോഴത്തേക്ക് അടുക്കളയ്ക്ക് എന്താ പറയണ്ടേ, പൊതുവെ ഒരു വല്ലാതെയാണ് നമ്മൾ അടുക്കള കിടക്കുന്നത്. പിന്നെ മാക്സിമം നമ്മൾ വല്ലപ്പോഴും ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടാറുണ്ട്. വല്ലപ്പോഴും എന്നല്ല, എന്നും ഇവിടെ എല്ലാം വൃത്തിയാക്കും. പക്ഷെ ഈ ഷീറ്റായത് കാരണം പുറത്തുനിന്നുള്ള പൊടി എപ്പോഴും അടിച്ച് അടുക്കളയ്ക്കുള്ളിലേക്ക് വരാറുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മുകളിൽ എന്താ പറയുക, ഈ ബ്രഷൊക്കെ വെച്ചിട്ട് തേച്ച് കഴുകും. പക്ഷെ ബ്രഷ് തേച്ച് കഴിയാലൊന്നും ഈ അഴുക്കൊന്നും അങ്ങനെ പോകത്തില്ല. അപ്പോൾ അത് മാത്രമാണ് എനിക്ക് ഒരു ഇഷ്ടമല്ലാത്തൊരു പ്രശ്നം. പിന്നെ ഈ കബോർഡൊക്കെ എനിക്ക് ഇഷ്ടാട്ടോ, ഇതൊന്നും പ്രശ്നമില്ല. ഈ കബോർഡുകളെല്ലാം നമ്മൾ നൈസ് തുണി വെച്ച് തുടച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് കിടക്കും. അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് സംസാരിച്ച് നീട്ടണ്ട, നേരെ വീട്ടിലോട്ട് പോകാം. കാരണം കുറേ ജോലികളുണ്ടേ. കുറേയൊക്കെ ഞാൻ ഒരാഴ്ചക്ക് മുമ്പ് കുറേശ്ശെ എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് കട്ടനെല്ലാം കഴുകിയിട്ട് ബെഡ്ഷീറ്റുകൾ അത് കഴുകിയിട്ട് ഒരു കണക്കിന് നന്നായി. കാരണം അന്ന് തൊട്ട് മഴയാണ് കേട്ടോ. ആകെ 2 ദിവസം കിട്ടി. ആ 2 ദിവസത്തിലാണ് ഈ സാധനങ്ങളെല്ലാം ഉണങ്ങി കിട്ടിയത്. അപ്പൊ അതൊക്കെ കട്ടനും എല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടു. പിന്നെ ഇത്തവണ എന്താ പറയാ, എനിക്കും ചെറിയ രീതിയിലൊരു ജലദോഷവും ഒരു വല്ലായികയുണ്ട്. തലവേദനയൊക്കെ ആയിരുന്നു, അതിൻ്റെ കൂടെ ജലദോഷമായി. അപ്പം എല്ലാ തവണയും ഒരാഴ്ചക്ക് മുമ്പേ ജോലികളൊക്കെ തുടങ്ങും. ഈ ഒരു ദിവസം ആകുമ്പോഴത്തേക്ക് ഏകദേശം കംപ്ലീറ്റ് ആകും. അപ്പൊ ഈ വയ്യായിക കൊണ്ട് അങ്ങോട്ട് നല്ല രീതിയിൽ ജോലിയൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ കെട്ടിയനും കൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ ജോലികളൊക്കെ കെട്ടിയനെല്ലാം സഹായിച്ചു തരും. പിന്നെ മൂത്താള് അത്യാവശ്യം കുഴപ്പമില്ല, ജോലിയിലൊക്കെ സഹായിച്ചു തരാറുണ്ട് കേട്ടോ. ഇളയാൾക്കും ജോലിയൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ കുഞ്ഞല്ലേ, എന്നാലും വരെ ഇടയ്ക്കമ്മ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വെച്ചിട്ട് വരാറുണ്ട്. കുഞ്ഞായതുകൊണ്ട് നമ്മൾ അങ്ങനെ പണിയെടുപ്പിക്കാൻ പാടില്ലല്ലോ. അപ്പതേ കെട്ടിയ വന്നേ. ഞാൻ ക്യാമറ ഓണാക്കി വെച്ചിട്ടൊന്നും അറിയത്തില്ല. ഞാൻ എന്തായാലും എൻ്റെ ജോലിയിലേക്ക് എടുക്കാം. അപ്പോൾ ഇനി അങ്ങോട്ട് ജോലിയൊക്കെ തുടങ്ങാം. കെട്ടിനും കൂടെ എല്ലാ ജോലിയിലും സഹായിച്ചു തരാറുണ്ട്. പിന്നെ കുറച്ച് ദിവസം മുമ്പ് തന്നെ ചിലന്തി വലയൊക്കെ അടിച്ചു. ഇനിയിപ്പോൾ ഉള്ള ജോലി അടുക്കള വൃത്തിയാക്കൽ, റൂം, ഹാളെല്ലാം വൃത്തിയാക്കണം. ഇത് മാത്രമല്ല കേട്ടോ, നമ്മൾ നോക്കുന്നത് ഫുള്ള് ജോലിയാണ്. ഒരു ഓണം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിടത്ത് ഇരിക്കാൻ തോന്നത്തില്ല. എവിടെ നോക്കിയാലും ജോലിയാണ്. എത്ര ചെയ്തിട്ടും ജോലി അങ്ങോട്ട് തീരുന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വിളിച്ചു. അപ്പം നമ്മൾ ആ ഒരു സമയം ഇടയ്ക്ക് പോയി പലചരക്ക് സാധനം എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീടിന് ഫ്രണ്ടിലായിട്ട് മതിലെല്ലാം നല്ല രീതിയിൽ പായലായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പായൽ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് മെഷീനും കൊണ്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ തിരക്കായിപ്പോയി. അപ്പം കിട്ടിയ നേരെ അങ്ങോട്ടങ്ങ് പോയി. പിന്നെ എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു. എന്നാലും ഇടയ്ക്ക് മൂത്താളെ ഏൽപ്പിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ബാക്കിയുള്ള ജോലിയിൽ എന്നെ സഹായിച്ചു. അപ്പോൾ അടുക്കള ഫുള്ളായിട്ട് നമ്മൾ തേച്ച് കഴുകി അടുക്കളയൊക്കെ വൃത്തിയായിട്ടുണ്ട്. ഇനി അടുത്ത ജോലി ഈ ഒരു സാധനങ്ങളെല്ലാം പലചരക്ക് സാധനങ്ങളെല്ലാം ഒരു ഭാഗത്തേക്കാക്കി വെക്കണം. അപ്പോൾ അതെല്ലാം ഞാനൊരു ഭാഗത്തേക്കാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇടയ്ക്ക് ഞാൻ മുറ്റത്തേക്ക് വന്ന് നോക്കിയിട്ട് ആ ഒരു പായലെന്ന സ്ഥലത്തിപ്പം നല്ല നീറ്റായിട്ടുണ്ട്. വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പായലൊക്കെ പോയിട്ടുണ്ട്. പെട്ടെന്നല്ലേ വെള്ളമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ പായൽ പിടിക്കും. പിന്നെ നമ്മുടെ റോഡ് കണ്ടില്ല, റോഡും ഇതേപോലെ തന്നെയാണ് നല്ല രീതിയിൽ പായലായിട്ട് കിടക്കുമായിരുന്നു. ഇപ്പോൾ ഇതേ നല്ല രീതിയിൽ നീറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വലിയ കരിയിലും കാര്യങ്ങളൊന്നുമില്ല, അധികം ബുദ്ധിമുട്ടില്ല. 2-3 കരിയിലുള്ളത് ഞാനങ്ങ് പെറുക്കിയെടുത്ത് കളഞ്ഞതാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനും മോനും കൂടി ഹാളും ഒക്കെ വൃത്തിയാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാനൊരു റൂം വൃത്തിയാക്കി. അതിനിടയ്ക്ക് കുറേ തുണി ഉണ്ടായിരുന്നു, അതുകൊണ്ടൊന്ന് കുതിർത്ത് വെച്ചതെല്ലാം. പിന്നെ ഞങ്ങൾ 3 പേരുടെ എല്ലാം അങ്ങ് കഴുകിയിട്ട്
അപ്പോൾ ഇത്തിരിയേറെ ഇരുന്നപ്പോഴാണ് മോൻ പറഞ്ഞത് നമ്മുടെ മേലത്തെ ഗ്രൗണ്ടിൽ ഊഞ്ഞാലൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും വിചാരിച്ച് ഓണമൊക്കെ അല്ലേ, എല്ലാവരെയും കൂടെ ഇച്ചിരിയൊക്കെ ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെയും പോയി കുറച്ച് സമയം നിന്ന് ഇത്തിരി നേരം ഊഞ്ഞാലൊക്കെ ആടിയിട്ട് വീണ്ടും തിരിച്ച് വന്നതിന് ശേഷം പിന്നെ അരി ആട്ടി വെക്കാനുണ്ടായിരുന്നു. അരിയെല്ലാം ആട്ടി വെച്ചിട്ട് പിന്നെ അടുക്കള ഒന്നുകൂടി തൂക്കണമായിരുന്നു. അപ്പോൾ അതെല്ലാം തൂത്തു, അതൊക്കെ വൃത്തിയാക്കി. അപ്പോൾ ഹാളും റൂമും എല്ലാം വൃത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വെച്ച് കുറച്ച് പച്ചക്കറി അരിഞ്ഞ് റെഡിയാക്കി വെക്കാം രാവിലത്തേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പച്ചക്കറികളെടുത്ത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ജോലികളൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ ജോലിയൊന്നും നമുക്ക് വീഡിയോസിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം നമുക്ക് ഈ ജോലിക്കിടയ്ക്കൂടാണ് നമ്മൾ ഈ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഞാൻ എടുക്കാറുള്ളത്. അപ്പോൾ ചില സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒട്ടും സമയം കിട്ടാറില്ല. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടാണ് ഞാൻ ഓരോ ഷോട്ടും എടുത്തിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ പച്ചക്കറി അരിയാനായിട്ട് എടുത്ത് വെച്ചപ്പോഴേക്കും ഇളയ മോൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആളും കൂടെ വന്നിട്ട് തന്നെ സഹായിച്ചൊക്കെ തരുന്നുണ്ട്. എന്തിനാമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നാളെ തിരുവോണമാണ്, നമുക്ക് ഇന്ന് രാത്രിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് വെക്കണം. നാളത്തേക്ക് ഇനി ഊണ് കഴിഞ്ഞിട്ട് നമുക്കിനി എന്ത് കാര്യവും ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആൾക്ക് ഭയങ്കര സംശയമുള്ള കൂട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ പച്ചക്കറിയൊക്കെ ഞാൻ അരിഞ്ഞു വെച്ച് അവിയലിനും തോരനും മാത്രമേ അരിഞ്ഞു വെച്ചിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് ശർക്കര വരട്ടി ഉണ്ടാക്കാം എന്ന് ഇന്നലെ വിചാരിച്ചതായിരുന്നു. അപ്പോൾ കെട്ടിയവനെല്ലാം കായെല്ലാം അരിഞ്ഞ് മഞ്ഞപ്പൊടിക്കകത്തിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൂടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ജോലിയെല്ലാം ഏകദേശം ഒതുങ്ങി. ഇനി പാത്രം കൂടെ ഉള്ളായിരുന്നു കഴുകാനായിട്ട്. പിന്നെ ഇലയെല്ലാം വെട്ടി നമ്മൾ വെച്ചിട്ടുണ്ട്. നാളത്തേക്കുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ വന്നത് നമ്മുടെ ഗ്രൗണ്ടിലേക്കാണ് കേട്ടോ. നമ്മുടെ ഗ്രൗണ്ട് ഇപ്പോൾ എല്ലാം റെഡിയാക്കിയതാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടി റെഡിയാക്കി JCB കൊണ്ടുവന്ന് ഇവിടെ എല്ലാം വൃത്തിയാക്കി. ഇനിയിപ്പോൾ ഇവിടുത്തെ കൊച്ചു കൊച്ചു പരിപാടികളൊക്കെയാണ്. ഇവിടുത്തെ പൂത്തിരിയൊക്കെ വാങ്ങിച്ചു, വലപ്പുറത്ത് വാങ്ങിച്ചു, എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ഇനിയിപ്പോൾ കുറച്ച് സമയം ഞങ്ങളിവിടെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ വരും കേട്ടോ. രാവിലെ എഴുന്നേൽക്കണ്ടേ, അപ്പോൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യണം. എന്നാലും തിരുവോണ ദിവസം ആരും ഉറങ്ങാറൊന്നുമില്ല. എന്നാലും ചിലപ്പോൾ അവിടെ നിൽക്കും, ചിലപ്പം ഇച്ചിരി നേരത്തേക്ക് വരുമായിരിക്കും. ഒന്നും അറിയാൻ വയ്യ. ഇവിടെ ഭയങ്കര ഡാൻസും പാട്ടും കളിയൊക്കെ ഉണ്ട്. എല്ലാവരുമായിട്ട് വർത്താനം പറഞ്ഞിരിക്കാനും ഒരു രസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ഇത്തിരി താമസിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയല്ലേ നമ്മുടെ ഒരു സന്തോഷം. വർഷത്തിലൊരിക്കൽ കിട്ടുന്നത് ഇച്ചിരി സമയമാണെങ്കിൽ അത് സന്തോഷമായിട്ട് അടിച്ചു പൊളിക്കല്ലേ വേണ്ടത്. അപ്പോൾ എന്തായാലും ദേ ഇവിടെ പടക്കമൊക്കെ പൊട്ടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിലപ്പോൾ ഞാൻ വോയിസ് തന്നാലും നിങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയുടെ നിർത്തുകയാണ്. ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.